ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുന്നതാണ്. നമ്മുടെ ഇവിടെ കുഞ്ഞൂസും യാദവുമുണ്ട്. യാദവ് കുറച്ച് മൂടോട്ടാണ്, മിഠായി മേടിക്കാൻ പൈസ തരാത്തതുകൊണ്ട്. ഇവിടെ കുഞ്ഞൂസ് ഇവിടെ ഇപ്പോഴും ഷൂസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇന്ന് BMCയിലേക്കാണ്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ പോവാണ്. ഹലോ BMC നമ്മൾ പോവുകയാണ്. BMCയിൽ മിനിമം നമുക്ക് നടന്നു പോകാം. നമുക്ക് വണ്ടിയൊന്നും ഇല്ലാട്ടോ. ഹലോ ഗൈസ്, നമ്മൾ ഭാരത് മാതാ കോളേജിലേക്ക് നടന്നു പോയിക്കൊണ്ട് ഇനി കുറച്ചും കൂടെ ദൂരമുണ്ട് ഭാരത് മാതാ കോളേജിലേക്ക് എത്താൻ. നമുക്ക് നമ്മളൊപ്പം നടന്നു വരിക. ഇങ്ങനെ കറക്കിയിട്ട് തിരിഞ്ഞു ഓക്കെ. അങ്ങനെയല്ല സാധാരണ റൊണാൾഡോ ഇല്ല, റൊണാൾഡോ ഇങ്ങനെയാണ് പണ്ട് യുവന്റസിൽ ചെയ്തപ്പോൾ മാത്രം പുള്ളി അല്ല. നമ്മൾ എത്താറായി, കുറച്ചുകൂടെ നേരം കൂടെ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എന്താ കണ്ടാൽ ശരിയല്ല, നമ്മൾ കാഴ്ച കണ്ടാൽ തന്നെ കറുത്തപ്പൂജയാണ്. നമ്മുടെ കറുത്തപ്പൂജ കുറച്ച് ഡാർക്കാണ്, അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം കുറച്ചൊക്കെ നമ്മുടെ ആ കണ്ണുകളൊക്കെ ഇങ്ങനെ ഇതായിട്ട് പോകുന്നുണ്ടോ. അതെല്ലാവർക്കും അറിയാം. കുഞ്ഞത് സ്പെഷ്യലായിട്ട് നാടിയതാണ്. നിൽക്കുന്നത് ക്ലാസിക് ഫാറ്റിന് മുന്നിലാണ്. ഇവിടെ കളിക്കുന്ന ക്രിയേറ്റ് കിട്ടും, നമുക്ക് ചാടി പറിക്കാൻ പറ്റില്ല. പൂത്ത് നിൽക്കുന്ന കളിക്കുന്നെയാണിത്. യെസ്, കുഞ്ഞൂസിനാണ് ഡിസ്നി ചേർത്താണ്. നമുക്ക് BMCയിലേക്ക് എത്താം. ഇനി കുറച്ചും കൂടി ദൂരമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇവർ ഇതുവരെ നടന്ന് ഇവിടെ എത്തിയില്ലെന്ന്. ഞങ്ങൾ പയ്യെയാണ് നടക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഇത്ര സ്ലോ ആകുന്നത്. അപ്പോൾ നമുക്ക് BMCയിലേക്ക് പോവാം. പിന്നെ ഞങ്ങൾ എപ്പോഴും കാണുന്ന വരിയിൽ ഈ കണക്കൊന്ന് കാണാറുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ BMC ഭാരത് മാതാ കോളേജ് എത്തറ. ഇതാണ് നമ്മൾ എന്നും ഷോർട്ട് കട്ട്. 2 ദിവസം ആയതേ ഉള്ളൂ ഇത് ക്ലീൻ ആക്കിയിട്ട്. ഇതിനു മുമ്പേ ഇവിടെ മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നിർത്തിയൊരു സ്ഥലമായിരുന്നു. 2 ദിവസമായിട്ടുള്ളൂ ഇത് ക്ലീൻ ചെയ്തിട്ട്. ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പുറകിലുള്ള യാദവ് ഫ്രണ്ട് ഏതോ കാളയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മിഠായി മേടിച്ചാത്ത ദേശീയത്തിൽ കിളി പോയെന്നാണ് നമുക്ക് തോന്നുന്നത്. ഹലോ, കുഞ്ഞുസാരോട് ഹലോ പറയുന്നുണ്ട്. നമ്മൾ മിസ്സാക്കുന്നില്ല. നമ്മൾ ഭാരത് മാതാ കോളേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഷോർട്ട് കട്ട്. ബട്ട് 2 ദിവസം മുമ്പ് ഇവിടെ ഇപ്പോൾ ക്ലീൻ ആക്കിയതുകൊണ്ട് നല്ല രസമുണ്ട് നോക്കാം. ഓക്കെ, ഇനി എറണാകുളത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ എവിടെ നോക്കിയാലും വേസ്റ്റിയാണ്. ഇതാണ് എറണാകുളത്തെ പ്രത്യേകത. ഇനി നമുക്ക് ഗ്രൗണ്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇതാണ് ഭാരത് മാതാ കോളേജ്. വെണ്ടക്കാശ്ശേരിക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഭാരത് മാതാ കോളേജ്. നമ്മൾ ഇവിടെ എന്നും ക്യാമറ വയ്ക്കാറുണ്ട്. ബട്ട് 2 ദിവസം കാണും, 2 ദിവസം കാണില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ക്യാമറയുടെ പ്രത്യേകത. 2 ദിവസം കാണി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ക്യാമറ കാണുന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതിന് അവിടെ വെണ്ടക്കാശ്ശേരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് എല്ലാവരും ഇവിടെ മാലിന്യം കൊണ്ടിടും. അതാണ് ഇവിടെ നടക്കുന്നത്. ഈ കാണുന്നുണ്ടോ ഇതൊക്കെ മാലിന്യം. റൊണാൾഡോന്റെ ബനിയനൊക്കെ ഇഷ്ടമാണ്. അടിപൊളിയായിട്ട് കളിക്കണം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന്റെ പേര് അറിയുന്നത് പ്ലീസ് കമന്റ് ചെയ്യുക. ഞങ്ങൾക്ക് അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ്. ഇത് കുറയ്ക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അടുത്ത് പോയി ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ സ്ഥലത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കാണാം ഫ്രണ്ട്സ്. നല്ല ഭംഗിയുള്ള ഫ്രൂട്ട്സ് ആണ്. ഇതെന്താ സംഭവം എന്ന് അറിയുന്നവർ പ്ലീസ് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും നമ്മൾ ഗ്രൗണ്ട് എത്താറായി. നമ്മൾ നമ്മുടെ സാറിനെ കാണുന്നത്. അതാണ് നമ്മുടെ സാറ്. ആ ഒരു വെള്ള ബനിയൻ ഇട്ട് പോയ ഒരു സാറാണ് നമ്മുടെ കോച്ചിങ് സാറ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സാറാണ് അത്. ഇപ്പോൾ നമുക്ക് ബാക്കി ഗ്രൗണ്ടിൽ എത്തിയിട്ട് അവിടുത്തെ ഫ്രണ്ട്സിനെ പറ്റി അതിനെ പറ്റിയുള്ള വിശേഷം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ബൂട്ട് ഇടാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് ബൂട്ട് ഇട്ടുകൊണ്ട് ഗ്രൗണ്ട് നടന്നു വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ബൂട്ട് സെഗ, ഇത് എൻ്റെ ബൂട്ടാണ്, ഇതെൻ്റെ ഷിങ്കാർഡാണ്, ഇത് അവൻ്റെ ബൂട്ടാണ്.
നമ്മളിത് ഇടാൻ പോവുകയാണ്. ഇതെടുത്ത് നമ്മൾ പിന്നെ ബാഗ് വെച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് പോകും ഗൈസ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ഫോർ 1 moment. കുഞ്ഞൂസിന് പിന്നെ ഷൂ ഉള്ളതുകൊണ്ട് കുഞ്ഞൂസിന് നേരത്തെ പോകും. കുഞ്ഞൂസ് അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. കുഞ്ഞൂസ് എന്നെ എന്തൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഗ്രൗണ്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. അവിടെ നമ്മുടെ 3 ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട്, സാറും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഇവിടെ ചേട്ടന്മാർ ക്രിക്കറ്റ് കളിക്കും, അവിടെ ബാസ്കറ്റ്ബോൾ കോച്ചിങ് ഉണ്ട്. ഇവിടെ നമ്മുടെ കോച്ചിങ് നല്ല കിഡിലായിട്ട് നടക്കുന്നുണ്ട്. ഇഷ്ടമാണ് കോച്ചിങ്. ഇവിടെ എന്താ സംഭവം എന്ന് അറിയാനോ താല്പര്യമുള്ളവർ കമൻറ്റിൽ പറഞ്ഞാൽ മതി. നമ്മൾ അതിൻ്റെ നെസസറി ഡീറ്റെയിൽസൊക്കെ പറയുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഇത് അവിടെ ബാസ്കറ്റ്ബോൾ കോച്ചിങ് നടക്കും, അവിടെ ക്രിക്കറ്റ് കോച്ചിങ് നടക്കും. ഇത് അവിടെയാണ് നമ്മുടെ സാറും ഇരിക്കുന്നത്. ഇതിവിടെ രണ്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ചാച്ച, ഞാനാണ് ഗൗതം. ക്യൂട്ടി ബട്ടർഫ്ലൈസിൽ പുതിയ